ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾക്കകത്തൂടെ, വേദനകളുടെ അകത്തൂടെ, ഭാരങ്ങളുടെ അകത്തൂടെ ഒക്കെ നാം യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്, ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളോ പ്രതികൂലങ്ങളോ ഭാരങ്ങളോ വരികയില്ല എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാം വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, ധൈര്യപ്പെടുക, ഞാൻ കൂടെയുണ്ട്. കർത്താവ് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിത പടകും ഒരു യാത്രകളും പരാജയമാകുകയില്ല. ഓളങ്ങൾ അടിക്കാം, തിരമാലകൾ വരാം, പക്ഷേ അമരത്ത് നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ ആ യാത്രകൾ വിജയത്തിലേക്ക് നയിക്കപ്പെടും. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്? ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നാം ഒന്നുകൂടെ നമ്മുടെ വിശ്വാസത്തിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ധൈര്യപ്പെടേണ്ടതിന്. രണ്ട്, ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും ആത്മീക ബന്ധവും നമുക്ക് വർദ്ധിക്കേണ്ടതിന്. മൂന്ന്, നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടതിന്. നാല്, ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം നമുക്ക് ഒരുക്കുന്ന അത്ഭുതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരേണ്ടതിന്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികൾക്കകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒന്നും അറിയാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ ഉത്തരമെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കൈകളിലുണ്ട്. പക്ഷെ അത് എപ്പോൾ വരുമെന്നോ, എപ്പോൾ ലഭിക്കുമെന്നോ, എങ്ങനെ നമുക്കത് ലഭിക്കുമെന്നോ നമുക്കറിയുകയില്ല. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്ന, അധൈര്യപ്പെടരുത്, ധൈര്യമായി മുന്നോട്ട് യാത്ര ചെയ്യുക. ഈ പ്രതിസന്ധിക്കകത്തൊക്കെ ദൈവം ഒരുക്കുന്ന അചഞ്ചലമായ, നഷ്ടപ്പെട്ടു പോകാത്ത, ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വഴികളെ നമുക്ക് കാണാൻ കഴിയും. ഏത് പ്രതിസന്ധികളുടെ അകത്തും പ്രാർത്ഥിക്കുക. വിജയം, ആത്മീകമായ മുന്നേറ്റം സുനിശ്ചിതമായി സർവശക്തനായ കർത്താവ്